നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന രാജീവ് ഗാന്ധിക്ക് സ്മരണാഞ്ജലി. രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വം വരിച്ചിട്ട് 34 വർഷം. നാടെങ്ങും അനുസ്മരണം. നടനകലയുടെ തമ്പുരാന പിറന്നാൾ മധുരം. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ലാലേട്ടന് 65ാം പിറന്നാൾ. മോഹൻലാലിന് ആശംസാ പ്രവാഹം. നവംബർ 1 കേരളം ദരിദ്രരില്ലാത്ത സംസ്ഥാനമായി മാറുമെന്ന് മന്ത്രി സജി ചെറിയാൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വികസനം നടക്കുന്ന സംസ്ഥാനം കേരളമാണെന്നും സജി ചെറിയാൻ. ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ 38ാമത്തെ പ്രിൻസിപ്പലായി ഡോക്ടർ ബി പത്മകുമാറിനെ നിയമിച്ചു. കൊല്ലം മെഡിക്കൽ കോളേജിൽ പ്രിൻസിപ്പലായി പ്രവർത്തിക്കുമ്പോഴാണ് പുതിയ നിയമനം. നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിലെ അപകട മേഖലകൾ കണ്ടെത്താൻ സംയുക്ത പരിശോധന. മോട്ടോർ വാഹന വകുപ്പിൻ്റെയും പോലീസിൻ്റെയും സംയുക്ത നേതൃത്വത്തിൽ പരിശോധന നടത്തി പരിഹാരം കാണാനാണ് തീരുമാനം. കേരള എൻജിഒ യൂണിയൻ സംസ്ഥാന സമ്മേളനം മെയ് 25 മുതൽ 27 വരെ ആലപ്പുഴയിൽ നടക്കും. സമ്മേളനത്തിന് മുന്നോടിയായി വിവിധ സ്ഥലങ്ങളിൽ വിളംബര ജാഥകൾ നടന്നു. വാർത്തകൾ വിശദമായി. മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന രാജീവ് ഗാന്ധിക്ക് സ്മരണാഞ്ജലി. രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വം വരിച്ചിട്ട് 34 വർഷം. നാടെങ്ങും അനുസ്മരണ പരിപാടികൾ. ഇന്ത്യയുടെ 6ാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വം വരിച്ചിട്ട് 3.5 പതിറ്റാണ്ടിനോട് അടുക്കുന്നു. 1991 മെയ് 21 തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയപ്പോഴാണ് LTT തീവ്രവാദികളാൽ അദ്ദേഹം കൊല്ലപ്പെടുന്നത്. 1984 മുതൽ 89 വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി. 40ാമത്തെ വയസ്സിലാണ് പ്രധാനമന്ത്രിയാവുന്നത്. ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി എന്ന ചരിത്രവും രാജീവ് ഗാന്ധിയുടെ പേരിലാണ്. ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായി. 84 തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് കോൺഗ്രസിന് ലഭിച്ചത്. 491 സീറ്റിൽ 404 സീറ്റും കോൺഗ്രസിന് ലഭിച്ചു. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെയും ഫിറോസ് ഗാന്ധിയുടെയും മകനായി 1940 ഓഗസ്റ്റ് 20 രാജീവ് ഗാന്ധിയുടെ ജനനം. കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി ഭാര്യയും രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവർ മക്കളുമാണ്. ടൈം ന്യൂസ്, ചേർത്തല. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി അവസാനമായി പ്രസംഗിച്ചത് ആലപ്പുഴയിൽ. 1991 മെയ് 20 രാജീവ് ഗാന്ധി ആലപ്പുഴയിൽ പ്രസംഗിച്ചത്. അതിനുശേഷമാണ് അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് പോയത്. അത് അവസാന യാത്രയുമായി. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി അവസാനമായി പ്രസംഗിച്ചത് ആലപ്പുഴയിലാണ്. ആലപ്പുഴ കടപ്പുറത്ത് 1991 മെയ് 20 തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനാണ് രാജീവ് ഗാന്ധി എത്തിയത്. ആലപ്പുഴ കടപ്പുറത്ത് നടന്ന മഹാസമ്മേളനത്തിൽ പ്രസംഗിച്ച ശേഷം ഹെലികോപ്റ്ററിലാണ് രാജീവ് ഗാന്ധി തമിഴ്നാട്ടിലേക്ക് പോയത്. തമിഴ്നാട്ടിലെ പെരുമ്പത്തൂരിലെ സമ്മേളന വേദിയിലേക്ക് നടക്കുന്നതിനിടെ മനുഷ്യ ബോംബ് പൊട്ടിത്തെറിച്ച് കൊല്ലപ്പെടുകയായിരുന്നു. രാജീവ് ഗാന്ധി ജീവിച്ചിരുന്നപ്പോൾ അവസാനമായി പ്രസംഗിച്ചത് ആലപ്പുഴയിലാണെന്ന് അന്ന് യൂത്ത് കോൺഗ്രസ് നേതാവും ഇന്ന് UDF ജില്ലാ ചെയർമാനുമായ അഡ്വക്കേറ്റ് CK ഷാജിമോഹൻ പറഞ്ഞു. ആലപ്പുഴയിൽ വന്നതിന് ശേഷം ഏറ്റവും അവസാനം അദ്ദേഹം ആലപ്പുഴ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ആലപ്പുഴ കടപ്പുറത്താണ് അദ്ദേഹം വന്നത്. ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിയായിട്ടിരിക്കുന്ന സമയമാണ്. അദ്ദേഹത്തെ നേരിട്ട് അദ്ദേഹം നേരത്തെ പറഞ്ഞാൽ ഒരു സെക്യൂരിറ്റിയുടെ പ്രോബ്ലം ഇല്ല. അവിടെ ആദ്യത്തെ സാധാരണഗതിയിൽ എല്ലാ ഇതുപോലെ VIP പരിപാടികളിലും പങ്കെടുക്കുമ്പോൾ ആദ്യമേ ബാരിക്കേഡിനകത്ത് ആദ്യത്തെ പ്രധാനപ്പെട്ട ആളുകൾക്കെല്ലാം ഒരു ലോഞ്ച് പ്രത്യേകം നൽകി. അതിനുശേഷം മുഴുവൻ ഓഡിയൻസ് കംപ്ലീറ്റ് ആളുകൾക്കുള്ള പന്തലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ VIP ലോഞ്ചിൽ തന്നെ അദ്ദേഹം സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്ന് എല്ലാ ആളുകളെയും അവിടെ ഇന്ന് ആളുകളെയെല്ലാം ഹസ്തദാനം ചെയ്യാൻ അദ്ദേഹം തയ്യാറായി. ഒരു സെക്യൂരിറ്റിയുടെ പ്രശ്നമില്ലാതെ. അതെന്നുവെച്ചാൽ അദ്ദേഹം ജനങ്ങളോടൊപ്പം ജീവിച്ചിരുന്ന അദ്ദേഹം ഒരു ജനങ്ങൾക്ക് അതീതനായുള്ള ആളല്ല എന്നുള്ള ചിന്താഗതി അദ്ദേഹത്തിനുള്ളതുകൊണ്ടാണ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സംസാരം കഴിഞ്ഞ് നേരെ പുറത്തിറങ്ങി വന്ന് ആ ബാരിക്കേഡിനപ്പുറത്ത് നിന്ന് ആളുകളെ ഹസ്തദാനം ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം പോയത്. അതിനുശേഷമാണ് അദ്ദേഹം ചെന്നൈയിലേക്ക് പോകുന്നത്. ചെന്നൈയിലെ പെരുമ്പത്തൂരിൽ ആ പെരുമ്പത്തൂരിലാണ് അദ്ദേഹത്തിന് ഈ മനുഷ്യ ബോംബിനാലുള്ള അക്രമം അവിടെ നടന്നത്. രാജീവ് ഗാന്ധി ചേർത്തലയിലും എത്തിയിട്ടുണ്ട്. ചേർത്തല ദേവീക്ഷേത്ര മൈതാനിയിൽ 82 ഇന്ദിരാഗാന്ധി പ്രസംഗിച്ച അതേ സ്ഥലത്ത് തന്നെയാണ് പ്രധാനമന്ത്രിയായിരിക്കെ 87 രാജീവ് ഗാന്ധിയും പ്രസംഗിച്ചത്. അന്നത്തെ തെരഞ്ഞെടുപ്പിൽ മാരാരിക്കുളത്ത് D സുഗതനും ചേർത്തലയിൽ വയലാർ രവിയും അരൂരിൽ PJ ഫ്രാൻസിസുമായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ.
ഇവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ സമ്മേളനമാണ് ചേർത്തല ദേവീക്ഷേത്ര മൈതാനിയിൽ നടന്നത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാത്മാഗാന്ധിയും ചേർത്തല ദേവീക്ഷേത്ര മൈതാനിയിൽ എത്തിയിട്ടുണ്ട്. മഹാത്മാഗാന്ധി, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, സോണിയാഗാന്ധി തുടങ്ങിയ ഗാന്ധിമാർ എത്തിയ സ്ഥലമെന്ന നിലയിൽ ചേർത്തലയും ചരിത്രത്തിൽ ഇടം നേടിയ പ്രദേശമാണ്. ടൈം ന്യൂസ്, ചേർത്തല. രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. കോൺഗ്രസിന്റെയും പോഷക സംഘടനകളുടെയും നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം സംഘടിപ്പിച്ചത്. കോൺഗ്രസിന്റെ ചരിത്രത്തിൽ മഹാത്മാഗാന്ധിയും ഇന്ദിരാഗാന്ധിയും ഈ രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും അതുപോലെ ഭദ്രതയ്ക്കും വേണ്ടി സ്വന്തം ജീവരക്തം ഒഴുക്കിയതിന് ശേഷം രാജീവ് ഗാന്ധിക്കും ഈ രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഭദ്രതയ്ക്കും വേണ്ടി ജീവരക്തം ഒഴുകേണ്ടി വന്ന ഒരു ചരിത്രം, അത് ലോകത്ത് ഈ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മാത്രമേ അവകാശപ്പെടാനുള്ളൂ. ഞങ്ങൾ ഇന്ത്യയിൽ ഉണ്ടെങ്കിലും അവരൊക്കെ ഇപ്പോൾ ഒരുപാട് ചരിത്രത്തെ വളച്ചൊടിക്കാനും ചരിത്രം തമസ്കരിക്കാനും ശ്രമിക്കുന്നെങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഈ 3 നേതാക്കന്മാരാണ്, ലോകാരാധ്യരായ നേതാക്കന്മാരാണ് ഈ രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഈ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പുരോഗതിക്കും വേണ്ടി സ്വന്തം ജീവരക്തം ഒഴുക്കിയത് എന്നത്. ആലപ്പുഴ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രാജീവ് ഗാന്ധി അനുസ്മരണം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് B. ബാബു പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. KPCC ജനറൽ സെക്രട്ടറി A. ഷുക്കൂർ, രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ, നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് D. സുഗതൻ, KPCC വിചാർ വിഭാഗം ചെയർമാൻ പ്രൊഫസർ നെടുമുടി ഹരികുമാർ, DCC വൈസ് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് PJ മാത്യു, B. ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. ചേർത്തല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും രാജീവ് ഗാന്ധി അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നടന്ന അനുസ്മരണ ചടങ്ങ് UDF ആലപ്പുഴ ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് CK ഷാജിമോഹൻ ഉദ്ഘാടനം ചെയ്തു. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ഭാഗമായി നാടെങ്ങും അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. കോൺഗ്രസിൻ്റെയും അനുബന്ധ സംഘടനകളുടെയും നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം സംഘടിപ്പിച്ചത്. ചേർത്തല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നടന്ന രാജീവ് ഗാന്ധി അനുസ്മരണം UDF ആലപ്പുഴ ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് CK ഷാജിമോഹൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് KC ആന്റണി അധ്യക്ഷനായി. രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം ഈ കാലഘട്ടത്തിൽ ആചരിക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ രാജ്യം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ നാളുകളാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുണ്ടായത്. രാജ്യത്തെ ഭീകരവാദികൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും കോൺഗ്രസ് പ്രസ്ഥാനത്തെ വേട്ടയാടി വകവരുത്തിയ നിരവധിയായിട്ടുള്ള ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നേതാക്കളായ ജയലക്ഷ്മി, അനിൽകുമാർ, R. ശശിധരൻ, S. കൃഷ്ണകുമാർ, അഡ്വക്കേറ്റ് CV തോമസ്, G. വിശ്വംഭരൻ നായർ, TD രാജൻ, CS പങ്കജാക്ഷൻ, K. ദേവരാജൻപിള്ള, ബാബു മുള്ളഞ്ചിറ തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. നടനകലയുടെ തമ്പുരാന പിറന്നാൾ മധുരം. കേരളത്തിൻ്റെ പ്രിയപ്പെട്ട ലാലേട്ടന് 65ാം പിറന്നാൾ. മോഹൻലാലിന് ആരാധകരുടെ ആശംസാ പ്രവാഹം. പന്നിയെ മാത്രം വെടിവെച്ച് ശീലിച്ച നീ ഒരു വെടി പൊട്ടിച്ചു. നീ അറിഞ്ഞില്ല ഒരു സിംഹത്തിനാ അത് കൊണ്ടത്. കൊല്ലാൻ തക്കവണ്ണമുള്ള പവർ ഇല്ല അതിന്. ഒരുതരം വൃത്തികെട്ട ചൊറിച്ചിൽ. അതിന്റെ ഇറിറ്റേഷൻ മാറാൻ ഒരു നാടൻ ചികിത്സയുണ്ട്. നടന വിസ്മയത്തിന് 65ാം പിറന്നാൾ. ഒരു മാസത്തിനിടെ 200 കോടി ക്ലിപ്പ് ചിത്രങ്ങൾ എന്ന അപൂർവമായ നേട്ടവുമായാണ് ഇത്തവണ ലാലേട്ടൻ ജന്മദിനം ആഘോഷിക്കുന്നത്. 4 പതിറ്റാണ്ടുകളായി മലയാളികളുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് മോഹൻലാൽ. ഇന്നും മോഹൻലാലിൻ്റെ ഒരു ചിത്രം വരുന്നു എന്ന് കേൾക്കുമ്പോൾ മലയാളികൾ ആവേശത്തോടെ കാത്തിരിക്കും. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നരേന്ദ്രനായും പിന്നീട് സാഗറായും ജയകൃഷ്ണനായും സേതുമാധവനായും ആടുതോമയായും നീലകണ്ഠനായും കാർത്തികേയനായും ജോർജ് കുട്ടിയായും സ്റ്റീഫനായും അങ്ങനെ സിനിമാ ലോകത്ത് തുടരുകയാണ് മലയാളികളുടെ സ്വന്തം ലാലേട്ടൻ. തിരനോട്ടം എന്ന ചിത്രത്തിലാണ് മോഹൻലാൽ ആദ്യമായി അഭിനയിച്ചത്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ ആദ്യമായി പ്രേക്ഷകർക്ക് മുന്നിലെത്തി. ഭരതം, കമലദളം, ദേവാസുരം, വാനപ്രസ്ഥം തുടങ്ങി നടന വൈഭവത്തിൻ്റെ എത്രയെത്ര മുഹൂർത്തങ്ങൾ. മലയാളത്തിനു പുറമെ തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ തുടങ്ങിയ ഭാഷകളിലും മോഹൻലാൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു.
ദേശീയ പുരസ്കാരങ്ങൾ, സംസ്ഥാന പുരസ്കാരങ്ങൾ, പത്മശ്രീ, പത്മഭൂഷൺ, അങ്ങനെ ഒട്ടനവധി നേട്ടങ്ങൾ. മോഹൻലാലിന് പിറന്നാളാശംസകൾ നേർന്ന പ്രമുഖരും രംഗത്തെത്തിയിട്ടുണ്ട്. ലാലേട്ടൻ തുടരുമെന്നാണ് സംവിധായകൻ തരുൺ മൂർത്തി കുറിച്ചിരിക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ ഡിയർ ലാൽ എന്നാണ് മമ്മൂട്ടി, മോഹൻലാലിൻ്റെ സ്വന്തം ഇച്ഛാക്ക, ആശംസകൾ നേർന്നിരിക്കുന്നത്. വർഷങ്ങളായി മലയാളികളുടെ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമായി മാറിയ ലാലേട്ടന് പിറന്നാളാശംസകൾ നേരുകയാണ് പ്രിയപ്പെട്ടവരും ആരാധകരും. 65ാം ജന്മദിനം ആശുന്ന ഞങ്ങളുടെ സ്വന്തം ലാലേട്ടന് എൻ്റെയും AKMFC-WA ചേർത്തല താലൂക്ക് കമ്മിറ്റിയുടെയും ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. ഇനിയും ലാലേട്ടൻ മലയാളക്കരയാകെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പം എങ്ങനെയാ, പൊളിക്കല്ലേ ലാലേട്ടാ, ഹാപ്പി ബർത്ത്ഡേ. നമ്മുടെ മലയാളക്കരയുടെ എല്ലാ അഭിമാനമായ നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ 65ാം ജന്മദിനമാണെന്ന്. അപ്പോൾ 65ാം പിറന്നാൾ ആഘോഷിക്കുന്ന ലാലേട്ടന് എൻ്റെയും മോഹൻലാൽ ഫാൻസ് ചേർത്തല താലൂക്ക് കമ്മിറ്റിയുടെയും എല്ലാവിധ ആശംസകൾ നേരുന്നു. സിനിമയിൽ തലമുറകൾ മാറി മാറി വരുമ്പോഴും ലാൽ തൻ്റെ യാത്രകൾ തുടരുകയാണ്. ഒരു മാസത്തിനിടെ 200 കോടി ക്ലബ് എന്ന അപൂർവമായ നേട്ടവുമായാണ് ഇത്തവണ ലാലേട്ടൻ ജന്മദിനം ആഘോഷിക്കുന്നത്. സമ്മിശ്ര പ്രതികരണവുമായി എത്തിയ എമ്പുരാൻ ബോക്സ് ഓഫീസിൽ വിസ്മയമായപ്പോൾ മികച്ച പ്രതികരണവുമായി വന്ന തരുൺ മൂർത്തി ചിത്രം തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കി. ഫാൻസ് അസോസിയേഷനുകളെ മാത്രമല്ല, കുടുംബ പ്രേക്ഷകരെ അടക്കം കയ്യിലെടുക്കാൻ തരുൺ മൂർത്തി ചിത്രത്തിന് കഴിഞ്ഞു. തുടരുമെന്ന് ശേഷം മോഹൻലാലിൻ്റെതായി പുറത്തുവരാനിരിക്കുന്നത് സത്യന്തിക്കാട് ചിത്രം ഹൃദയപൂർവ്വമാണ്. ന്യൂസ് ഡെസ്ക്, ടൈം ന്യൂസ്. സിനിമയിൽ മോഹൻലാൽ സൂപ്പർ താരമായപ്പോൾ മോഹൻലാലിനോട് സാമ്യമുള്ള ചേർത്തല സ്വദേശി കമൽ റോയും ചേർത്തലയിൽ തിളങ്ങി. മനസ്സിലും ചിന്തയിലും മോഹൻലാലിനെ ആവാഹിച്ച കമൽ റോയ് ചേർത്തലയുടെ മോഹൻലാലാണ്. കാണാം. ഇതിന്റെ പുത്തൻ റേവൻ ഗ്ലാസ്, ഇത് ചവിട്ടിപ്പൊട്ടിച്ചതിന്റെ കാലയും വിട്ടു. സിനിമയിൽ മോഹൻലാൽ സൂപ്പർ താരമായപ്പോൾ മോഹൻലാലിനോട് സാമ്യമുള്ള കമൽ റോയി ചേർത്തലയിലും തിളങ്ങി. ഇത് ചേർത്തലയിലെ മോഹൻലാൽ. സ്ഫടികം സിനിമയിലെ ആടുതോമയുടെ വേഷമണിഞ്ഞ് ബുള്ളറ്റിൽ ചേർത്തല നഗരത്തിലൂടെ സഞ്ചരിക്കുന്ന കമൽ റോയിയെ കണ്ടാൽ ആരും ഒന്ന് നോക്കിപ്പോകും. മോഹൻലാലാണോ എന്ന് സംശയം. അതേ ഛായ. ചേർത്തല നഗരസഭ 10ാം വാർഡിൽ ശ്രീകൃപയിൽ കമൽ റോയി. ഇപ്പോൾ പ്രായം 68. മോഹൻലാലിനേക്കാൾ 3 വയസ്സ് മൂപ്പ്. മോഹൻലാലിനെ അതേപടി അനുകരിക്കുന്ന കമൽ റോയിയെ ചേർത്തലക്കാർ വിളിക്കുന്നത് മോഹൻലാൽ എന്നാണ്. നടപ്പിലും എടുപ്പിലും ഉടുപ്പിലും ലാലേട്ടനെ അതേപടി അനുകരിക്കുന്ന ചേർത്തലക്കാരൻ. സ്ഫടികം സിനിമയിലെ ആടുതോമയുടെ വേഷത്തിലാണ് കമൽ റോയിയെ പലപ്പോഴും കാണാറുള്ളത്. ലാലേട്ടൻ്റെ കടുത്ത ആരാധകനായ കമൽ റോയ് ലാലേട്ടനെ ജീവിതത്തിലേക്ക് ആവാഹിക്കുകയായിരുന്നു. എല്ലാം മോഹൻലാൽ മയം. മോഹൻലാലിൻ്റെ 65ാം പിറന്നാൾ ദിനത്തിൽ കമൽ റോയിയുടെ പ്രതികരണം. ലാലേട്ട എന്നുള്ള വിളി ഒക്കെ എനിക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം അറിയാമല്ലോ, നമുക്ക് ഒരു മഹാവ്യക്തി, ഒരു നടൻ, അദ്ദേഹത്തിൻ്റെ പേര് കൂട്ടി എന്നെ വിളിക്കുക എന്ന് പറയുന്നതിൽ അപ്പോൾ എനിക്ക് ഉണ്ടാകുന്ന ആ ഒരു ആനന്ദം അത് വളരെ അത് എല്ലാവർക്കും കിട്ടുന്നതല്ല. അതാണ് ഇത്. ഇപ്പോൾ എന്നെ മിക്കവാറും നാട്ടുകാരിപ്പോൾ ലാലേട്ട മോഹൻലാൽ എന്നാണ് വിളിക്കുന്നത്. ഇപ്പം ഞാനത് അംഗീകരിക്കുന്നുണ്ട്. അതായത് എതിർക്കേണ്ട കാര്യം, ഏറ്റവും വലിയൊരു ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ ആളുടെ പേര് എന്നെ വിളിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് അതിൽ വലിയ സന്തോഷം വേറെ എന്ത് വേണം. മലയാളത്തിൻ്റെ മഹാനടൻ, മലയാളത്തിൻ്റെ മാത്രമല്ല ലോകത്തിൽ തന്നെ മഹാനടനായ ശ്രീ മോഹൻലാലിൻ്റെ 65ാമത് ജന്മദിനം ഇന്ന് കൊണ്ടാടുകയാണ്. മോഹൻലാലിൻ്റെ ഒരു കടുത്ത ആരാധകനെന്ന രീതിയിൽ എനിക്ക് അതിയായ ആഹ്ലാദമുണ്ട്. അദ്ദേഹത്തിന് എല്ലാവിധ ആയുരാരോഗ്യങ്ങളും നൽകട്ടെ എന്ന് ഞാൻ ആദ്യമായി ആശംസിക്കുകയാണ്. കമൽ റോയ് നല്ലൊരു ഗായകൻ കൂടിയാണ്. മോഹൻലാൽ സിനിമയിലെ പാട്ടുകളും കമൽ റോയ്ക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ, മനസ്സിനുള്ളിൽ മാരിക്കാവടി ചെന്തുണ്ടേ, തിരിയഞ്ചും തെളിയുന്ന മിഴികളുണ്ടേ, തിരിക്കുമ്പോൾ തിളങ്ങുന്ന ചിലങ്കയുണ്ടേ, വലം കയ്യിൽ കുസൃതിക്ക് വളകളുണ്ടേ, മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ, മനസ്സിനുള്ളിൽ മാറി കാവടി ചെന്തുണ്ടേ. ഓ ചേർത്തല കോടതിക്കവലയ്ക്ക് സമീപത്ത് 2 പതിറ്റാണ്ട് കാലം ഫ്രണ്ട്സ് ജിംനേഷ്യം നടത്തിവരികയായിരുന്നു. വാഹനാപകടത്തെ തുടർന്ന് കുറച്ചു നാളായി വിശ്രമത്തിലായിരുന്നു. ഇപ്പോൾ വീണ്ടും സജീവമായി. സുനില റോയി ഭാര്യയും അമൽ റോയി, ഐശ്വര്യ റോയി എന്നിവർ മക്കളും. മോഹൻലാലിൻ്റെ ജന്മദിനത്തിൽ ചേർത്തലയുടെ സമർപ്പണം. ടൈം ന്യൂസ്, ചേർത്തല.
നവംബർ 1 കേരളം ദരിദ്രരില്ലാത്ത സംസ്ഥാനമായി മാറുമെന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത് കേരളത്തിലാണെന്നും സജി ചെറിയാൻ ആലപ്പുഴയിൽ പറഞ്ഞു. നോക്കൂ, കഴിഞ്ഞ 2016 ശേഷമാണ് കേരളത്തിൽ ഈ മാർക്കറ്റ് നവീകരണ പദ്ധതി. 64 മാർക്കറ്റാണ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് നേരിട്ട് കേരളത്തിൽ നിർമ്മിക്കുന്നത്. 64 മാർക്കറ്റ്, ഏതാണ്ട് 164 കോടി രൂപ ചെലവഴിക്കുകയാണ്. ഇന്ന് നമ്മുടെ തീരദേശത്ത് നിങ്ങളൊന്ന് പോയിക്കേ, ഈ ആലപ്പുഴ ജില്ലയിൽ 4 പ്രധാനപ്പെട്ട നമ്മുടെ തോട്ടപ്പള്ളി ഹാർബറും ഒരു ചെറിയ ഹാർബർ മാത്രമായിരുന്നു ജില്ലയിലുണ്ടായിരുന്നെങ്കിൽ ഈ ആലപ്പുഴ ജില്ലയിലെ ചെത്തി ഹാർബർ നിർമ്മാണം പൂർത്തീകരണ ഘട്ടത്തിലെന്നറിയോ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വികസന പദ്ധതികൾ നടപ്പിലാക്കുന്ന സംസ്ഥാനം കേരളമാണ്. നവംബർ 1 ഒരു ദരിദ്രർ പോലും ഇല്ലാത്ത സംസ്ഥാനമായി കേരളം മാറും. സർക്കാർ കാലാവധി പൂർത്തിയാക്കുമ്പോൾ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനമായി കേരളം മാറുമെന്നും മന്ത്രി പറഞ്ഞു. പഞ്ചായത്തിൻ്റെ വിവിധ പദ്ധതികളായ ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റ് വിതരണവും വായനശാലകൾക്ക് കമ്പ്യൂട്ടർ വിതരണവും ഇതോടൊപ്പം മന്ത്രി നിർവഹിച്ചു. എച്ച് സലാം MLA അധ്യക്ഷനായി. സുതാര്യമായും സമയബന്ധിതമായും പുതിയ വികസന പദ്ധതികൾ വിജയകരമായി നടപ്പിലാക്കുവാൻ പുന്നപ്ര വടക്ക് പഞ്ചായത്തിന് സാധിച്ചെന്ന് MLA പറഞ്ഞു. വളരെ മനോഹരമായ സൗകര്യത്തോടുകൂടി പുതിയ മാർക്കറ്റ് ഇവിടെ ഷോപ്പിംഗ് കോംപ്ലക്സ് ആയി നിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ശ്രീ അബ്ദുൽ ഖാദർ മെമ്മോറിയൽ മാർക്കറ്റ് എന്നാണ് ആ കുടുംബം വർഷങ്ങൾക്ക് മുമ്പ് വിട്ട് തന്ന ഭൂമിയിൽ തന്നെ നിർമ്മിച്ചു എന്നുള്ളതുകൊണ്ട് ആ പേര് തന്നെ കൊടുത്തുകൊണ്ടാണ് ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രവർത്തനത്തിൽ ഒരു ഗ്രാമപഞ്ചായത്തിന് ആവിഷ്കരിക്കാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ പദ്ധതിയായി ആവിഷ്കരിച്ച് അത് വളരെ സമയബന്ധിതമായി പൂർത്തീകരിച്ച് ജനങ്ങൾക്കായി സമർപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പഞ്ചായത്ത് ഭരണസമിതിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പുന്നപ്ര വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സജിത സതീശൻ, വൈസ് പ്രസിഡന്റ് AP സരിത, ജില്ലാ പഞ്ചായത്ത് അംഗം ഗീത ബാബു, സ്ഥിരം സമിതി അധ്യക്ഷരായ അജിത ശശി, ജയ പ്രസന്നൻ, R വിനോദ് കുമാർ, LSGDA അശ്വിനി, പുന്നപ്ര വടക്ക് പഞ്ചായത്ത് സെക്രട്ടറി K സുജാത, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴ RTO പരിധിയിലുള്ള സ്കൂൾ ബസ് ഡ്രൈവർമാർക്ക് പരിശീലനം നൽകി. അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഡ്രൈവർമാർക്ക് പരിശീലനം നൽകിയത്. ആലപ്പുഴ RTO പരിധിയിലുള്ള സ്കൂൾ ബസ് ഡ്രൈവർമാർക്ക് പരിശീലനം നൽകി. അധ്യയന വർഷം ആരംഭിക്കുന്നതിൻ്റെ മുന്നോടിയായി കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായാണ് പരിശീലനം സംഘടിപ്പിച്ചത്. ആലപ്പുഴ SD കോളേജിൽ വെച്ച് നടന്ന പരിപാടി കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ പ്രേമ KH ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ രാംജി K കരൻ ക്ലാസുകൾ നയിച്ചു. വാഹനത്തിലെ ഡോർ അറ്റൻഡറായിട്ടുള്ള ആയമാരും നിങ്ങൾക്ക് നല്ല റോഡുണ്ട്, കുട്ടികൾ കയറാനും ഇറങ്ങാനും റോഡ് ക്രോസ് ചെയ്യിക്കാനും മറ്റു ബാഗ് സൂക്ഷിച്ചു വെക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കും എല്ലാം ആയമാർക്ക് റോഡുണ്ട്. സ്റ്റുഡൻസ്, കുട്ടികൾ സൈഡിൽ നിന്ന് വലിയവരിൽ കൈ പുറത്തെടുത്തു കഴിഞ്ഞാൽ അപകടമുണ്ടാകും. കുട്ടികൾ യാത്രക്കാരിൽ കൂടുതലുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള കുട്ടികളെല്ലാം കൂടെ ബസ്സിൽ കയറ്റി വിടാൻ പാടില്ല. ഇതിനൊക്കെ നയപരമായിട്ട് തീരുമാനമെടുക്കാൻ സ്കൂളിൽ അതോറിറ്റി ഉണ്ടായിരിക്കും. സ്കൂൾ ബസ്സുകൾ സജ്ജമാക്കാൻ വേണ്ട നിയമപരമായും സാങ്കേതികപരവുമായ കാര്യങ്ങളും റോഡ് ട്രാഫിക് നിയമങ്ങളെക്കുറിച്ചും വാഹനരേഖകളെക്കുറിച്ചും കാര്യങ്ങൾ വിവരിച്ചു. കൂടാതെ കുട്ടികളെ സുരക്ഷിതമായി കൊണ്ടുപോകുന്നതിന് ആയമാർക്കും പരിശീലനം നൽകി. രാവിലെ 8:30 തുടങ്ങിയ പരിപാടിയിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ അനിൽകുമാർ, ശ്രീരാജ്, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർമാരായ ബിജോയ്, സജിം ഷാ, ജോബിൻ, ശരത് എന്നിവർ പങ്കെടുത്തു. മെയ് 24 ശനിയാഴ്ച ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ നടക്കുന്ന പ്രത്യേക സ്കൂൾ ബസ് പരിശോധനയിൽ അമ്പലപ്പുഴ താലൂക്കിൽപ്പെട്ട എല്ലാ സ്കൂൾ കോളേജ് ബസ്സുകളും പങ്കെടുക്കണമെന്നും ആലപ്പുഴ RTO AK ദിലു അറിയിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ 38ാമത്തെ പ്രിൻസിപ്പലായി ഡോക്ടർ B പത്മകുമാർ ചുമതലയേൽക്കും. കൊല്ലം മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പലായി പ്രവർത്തിക്കുമ്പോഴാണ് പുതിയ നിയമനം. ആലപ്പുഴക്കാരനും പൂർവ്വ വിദ്യാർത്ഥിയുമായ ഡോക്ടർ B പത്മകുമാർ ആലപ്പുഴ ഗവൺമെൻറ് TD മെഡിക്കൽ കോളേജിൻ്റെ 38ാമത്തെ പ്രിൻസിപ്പലായി ചുമതലയേൽക്കും. കൊല്ലം മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലായ ഇദ്ദേഹത്തെ ആലപ്പുഴയിലേക്ക് മാറ്റി നിയമിക്കുകയായിരുന്നു. 1983 കേരള സർവകലാശാലയിൽ നിന്നും BSc സുവോളജിയിൽ 1ാം റാങ്ക് നേടിയ ഡോക്ടർ B പത്മകുമാർ 1990 ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് സ്വർണ്ണ മെഡലോടെയാണ് MBBS ബിരുദം നേടിയത്. 1995 ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഔറംഗാബാദിൽ നിന്ന് 1ാം റാങ്കോടെ MD കരസ്ഥമാക്കി. 2016 കേരള സർവകലാശാലയിൽ നിന്ന് മെഡിസിനിൽ PhD, ഹൈദരാബാദിലെ നിസാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നിന്ന് റുമറ്റോളജിയിൽ ഫെലോഷിപ്പ്, കേംബ്രിഡ്ജിൽ
നിന്ന് വിദഗ്ധ പരിശീലനം എന്നിവ നേടിയിട്ടുണ്ട്. 30 വർഷത്തെ അധ്യാപന പരിചയമുള്ള ഇദ്ദേഹം ആലപ്പുഴ, തിരുവനന്തപുരം, കൊല്ലം, കോന്നി മെഡിക്കൽ കോളേജുകളിൽ മെഡിസിൻ വിഭാഗം പ്രൊഫസറും തലവനുമായി പ്രവർത്തിച്ചിട്ടുണ്ട്. 2024 കൊല്ലം മെഡിക്കൽ കോളേജിൽ പ്രിൻസിപ്പളായി ചുമതലയേറ്റത്. ഏറ്റവും നല്ല ഡോക്ടർക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരം, കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇക്കൊല്ലത്തെ മികച്ച വൈജ്ഞാനിക ഗ്രന്ഥത്തിനുള്ള പുരസ്കാരം എന്നിവയും നേടിയിട്ടുണ്ട്. വൈദ്യശാസ്ത്ര സാഹിത്യ മേഖലയിൽ 30-ലേറെ പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല വൈദ്യശാസ്ത്ര ഗ്രന്ഥത്തിനുള്ള 2010 കേശവദേവ് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. പഠിച്ച 5 വർഷവും മെഡിക്കൽ കോളേജിലെ കലാപ്രതിഭയായിരുന്നു. സഹകരണ വകുപ്പിൽ ഡെപ്യൂട്ടി രജിസ്ട്രാറായിരുന്ന പരേതനായ KP ബാലസുന്ദരം BC ഭാനുമതിയമ്മ ദമ്പതിമാരുടെ മകൻ. പേരൂർക്കട ESI ആശുപത്രിയിലെ ഫിസിഷ്യൻ ഡോക്ടർ മീരയാണ് ഭാര്യ. ചരിത്രത്തിൽ ഗവേഷണ വിദ്യാർത്ഥി കാർത്തിക് മകനും. നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിലെ അപകട മേഖല കണ്ടെത്താൻ സംയുക്ത പരിശോധന. പോലീസിൻ്റെയും മോട്ടോർ വാഹന വകുപ്പിൻ്റെയും നേതൃത്വത്തിലാണ് സംയുക്ത പരിശോധന നടത്തി പരിഹാരം കാണാൻ തീരുമാനിച്ചത്. ദേശീയപാതയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അപകടങ്ങളുടെയും കാലവർഷാരംഭത്തിൻ്റെയും പശ്ചാത്തലത്തിൽ മന്ത്രി P. പ്രസാദിൻ്റെ അധ്യക്ഷതയിൽ ഓൺലൈനായി കളക്ട്രേറ്റിൽ ചേർന്ന അടിയന്തര യോഗത്തിലാണ് തീരുമാനം. സംയുക്ത പരിശോധനയ്ക്ക് ശേഷം ഇത്തരം മേഖലകളിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. വെളിച്ചക്കുറവുള്ള സ്ഥലങ്ങളിൽ ലൈറ്റുകൾ സ്ഥാപിക്കും. നിർമ്മാണം പൂർത്തിയായ സ്ഥലങ്ങളിലെ ബാരിക്കേഡുകൾ നീക്കും. വഴിതിരിച്ചുവിടൽ ആവശ്യമായ സ്ഥലങ്ങളിൽ ബ്ലിങ്കിംഗ് ലൈറ്റുകൾ സ്ഥാപിക്കും. മുന്നറിയിപ്പ് ബോർഡുകളും കൂടുതലായി സ്ഥാപിക്കാൻ തീരുമാനിച്ചു. മലപ്പുറത്ത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയപാത തകർന്ന സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജില്ലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കാനും ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാനും ദേശീയപാത അധികൃതർക്ക് നിർദ്ദേശം നൽകി. അപകട സാധ്യത വർദ്ധിപ്പിക്കുന്ന തരത്തിൽ സ്ഥാപിച്ച ഡിവൈഡറുകൾ നീക്കുക, മഴക്കാലത്ത് വെള്ളക്കെട്ട് ഉണ്ടാകാനിടയുള്ള പ്രദേശങ്ങളിൽ ഡ്രെയിനേജ് സംവിധാനം ഉറപ്പുവരുത്തുക തുടങ്ങിയ നിർദ്ദേശങ്ങളും മന്ത്രി നൽകിയിട്ടുണ്ട്. ദേശീയപാതയിൽ ഗതാഗതക്കുരുക്കുള്ള പ്രദേശങ്ങളിൽ പരിശോധന നടത്താൻ DYSPമാർക്ക് നിർദ്ദേശം നൽകിയതായി ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. യോഗത്തിൽ കളക്ടർ അലക്സ് വർഗീസ്, ജില്ലാ പോലീസ് മേധാവി MB മോഹനചന്ദ്രൻ, ആലപ്പുഴ RTO ദിലു തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. പുതിയ കാലഘട്ടത്തിൻ്റെ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കി കുട്ടികളെ ലക്ഷ്യബോധമുള്ള പൗരന്മാരാക്കി വളർത്തിയെടുക്കണമെന്ന് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്. ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിലുള്ള അവധിക്കാല ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കളക്ടർ. ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച അവധിക്കാല ക്യാമ്പ് ബീച്ചിന് സമീപമുള്ള ശിശുവികാസ് ഭവനിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുട്ടികളുടെയും മാതാപിതാക്കളുടെയും അമിത മൊബൈൽ ഫോൺ ഉപയോഗം കുടുംബ ബന്ധങ്ങളിൽ അപജയങ്ങൾ ഉണ്ടാക്കുന്നു. ഈ രീതിക്ക് മാറ്റം വരണമെന്നും കുട്ടികളുടെ കലാവാസന പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ ഇവരെ പങ്കാളികളാക്കണം. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നും ജില്ലാ കളക്ടർ കൂട്ടിച്ചേർത്തു. ക്യാമ്പിലെത്തിയ കുട്ടികളുമായി ആശയവിനിമയം നടത്തി അവരുടെ ഭാവി സ്വപ്നങ്ങൾ ആരാഞ്ഞ ശേഷമാണ് കളക്ടർ വേദി വിട്ടത്. 2 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിൽ നാടകപഠനം, ചിത്രരചന, ബാലാവകാശങ്ങൾ പ്രതിപാദിക്കുന്ന ക്ലാസ്, വിവിധ കലാപരിപാടികൾ തുടങ്ങിയവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള 40 വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. മെയ് 22 വൈകിട്ട് 3:30 നടക്കുന്ന സമാപന സമ്മേളനം HSLAM MLA ഉദ്ഘാടനം ചെയ്യും. ക്യാമ്പംഗങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും MLA നിർവഹിക്കും. ചടങ്ങിൽ ശിശുക്ഷേമ സമിതി വൈസ് പ്രസിഡന്റ് C. ശ്രീലേഖ അധ്യക്ഷയായി. നഗരസഭാ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ നസീർ പുന്നയ്ക്കൽ, നഗരസഭാംഗം പ്രഭാ ശശികുമാർ, ശിശുക്ഷേമ സമിതി സെക്രട്ടറി KD ഉദയപ്പൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി KP ജില്ലാ ജോയിന്റ് സെക്രട്ടറി K. നാസർ, ട്രഷറർ KP പ്രതാപൻ, എക്സിക്യൂട്ടീവ് അംഗം M. നാജ തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴ പത്തിയൂർ സ്വദേശിയായ IT പ്രൊഫഷണലിൽ നിന്ന് 15.11 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ 2 പേർ കൂടി പിടിയിലായി. കോഴിക്കോട്, മലപ്പുറം സ്വദേശികളാണ് പോലീസിൻ്റെ പിടിയിലായത്. ഓൺലൈൻ ഓഹരി വ്യാപാരത്തിൻ്റെ പേരിൽ കായംകുളം പത്തിയൂർ സ്വദേശിയായ IT പ്രൊഫഷണലിൽ നിന്നും പണം തട്ടിയ സംഘത്തിലെ 2 പേർ കൂടിയാണ് പിടിയിലായത്. കോഴിക്കോട് തിരുവമ്പാടി ശ്രാമ്പിക്കൽ വീട്ടിൽ മുഹമ്മദ് ലുക്മാൻ 22, മലപ്പുറം തിരൂരങ്ങാടി നഗറിൽ തെരുവോത്ത് വീട്ടിൽ വിഷ്ണുജിത്ത് 28 എന്നിവരെയാണ് ആലപ്പുഴ സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തത്. പരാതിക്കാരൻ അയച്ച പണം ATM മുഖേന പിൻവലിച്ചാണ് പ്രതികൾ തട്ടിപ്പ് നടത്തിയത്. ഈ കേസിൽ മലപ്പുറം സ്വദേശികളായ അബ്ദുൽ സലാം, അബ്ദുൽ ജലീൽ എന്നിവരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സ്വകാര്യ സ്ഥാപന ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായി ആൾമാറാട്ടം നടത്തി ടെലിഗ്രാം, വാട്സാപ്പ് എന്നിവ വഴി ബന്ധപ്പെട്ടാണ് പ്രതികൾ തട്ടിപ്പ് നടത്തിയത്. 2024 ഡിസംബർ മാസം മുതൽ ശ്രീനിധി എന്ന പേരിലുള്ള ടെലിഗ്രാം അക്കൗണ്ടിൽ നിന്നും ബന്ധപ്പെട്ട പരാതിക്കാരനെ ഷെയർ ട്രേഡിംഗ് നടത്തി ലാഭമുണ്ടാക്കാമെന്ന് വിശ്വസിപ്പിച്ച് വ്യാജ വെബ്സൈറ്റിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്തു. അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്തു. ട്രേഡിംഗ് നിക്ഷേപം എന്ന പേരിൽ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം അയച്ചു വാങ്ങുകയായിരുന്നു. അയച്ച പണം വ്യാജ വെബ്സൈറ്റിൽ ലാഭവിഹിതം സഹിതം പ്രദർശിപ്പിച്ചു വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പ് തുടർന്നത്. ഇത്തരത്തിൽ 15.11 ലക്ഷം രൂപയാണ് പരാതിക്കാരൻ അയച്ചു കൊടുത്തത്. തുടർന്ന് അയച്ച പണമോ ലാഭമോ
പിൻവലിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് തട്ടിപ്പ് ബോധ്യമായത്. ആലപ്പുഴ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലും നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൻ്റെ 1930 എന്ന ടോൾ ഫ്രീ നമ്പറിലും പരാതിപ്പെട്ടതോടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കാനും പ്രതികളെ പിടികൂടാനും കഴിഞ്ഞു. ആലപ്പുഴ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഓഫീസർ ഏലിയാസ് പി ജോർജിൻ്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ VS ശരത്ചന്ദ്രൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ SR ഗിരീഷ്, K റിഗാസ്, KU ആരതി എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘം കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത്. ടൈം ന്യൂസ്, ആലപ്പുഴ. പോലീസിനെ ആക്രമിച്ച വിലങ്ങ് പൊട്ടിച്ച് രക്ഷപ്പെട്ടെന്ന കേസ്. പ്രതി കുറ്റക്കാരനല്ലെന്ന് കണ്ട് കോടതി വെറുതെ വിട്ടു. പള്ളിപ്പുറം സ്വദേശി അർജുനെയാണ് ചേർത്തല കോടതി വെറുതെ വിട്ടത്. കസ്റ്റഡിയിലിരിക്കെ പോലീസുകാരെ ആക്രമിച്ച വിലങ്ങ് പൊട്ടിച്ച് കടന്ന കേസിലെ പ്രതിയെ കുറ്റക്കാരനല്ലെന്ന് കണ്ട് കോടതി വെറുതെ വിട്ടു. 2015 ഒക്ടോബറിൽ അരൂർ പോലീസ് പിടികൂടിയ പ്രതിയെ കഞ്ചാവ് കണ്ടെത്താനായി പള്ളിപ്പുറത്ത് എത്തിച്ചപ്പോൾ അക്രമം നടത്തി വിലങ്ങ് പൊട്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. ചേർത്തല പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ ഒന്നാം പ്രതി പള്ളിപ്പുറം വടക്കേ പാമ്പുംതറയിൽ അർജുനെയാണ് ചേർത്തല ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വെറുതെ വിട്ടത്. കേസിലെ മറ്റു പ്രതികളുടെ വിചാരണ പൂർത്തിയായിട്ടില്ല. പ്രതികൾക്ക് വേണ്ടി അഭിഭാഷകരായ PS സുരരാജ്, ബിനീഷ് കഞ്ഞിക്കുഴി, P ബാലസുബ്രഹ്മണ്യൻ എന്നിവർ ഹാജരായി. ടൈം ന്യൂസ്, ചേർത്തല. കേരള NGO യൂണിയൻ്റെ സംസ്ഥാന സമ്മേളനം മെയ് 25, 26, 27 തീയതികളിൽ ആലപ്പുഴയിൽ നടക്കും. ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ സമ്മേളനത്തിൻ്റെ വിളംബര ജാഥകൾ നടന്നു. 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. കേരള NGO യൂണിയൻ്റെ 62ാം സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ നടക്കും. മെയ് 25, 26, 27 തീയതികളിലാണ് സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. സമ്മേളനത്തിന് മുന്നോടിയായി ജില്ലാ ഏരിയ കേന്ദ്രങ്ങളിൽ വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. ചേർത്തലയിൽ നടന്ന വിളംബര ഘോഷയാത്ര ചേർത്തല മിനി സിവിൽ സ്റ്റേഷനിൽ നിന്ന് ആരംഭിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. തീർച്ചയായിട്ടും നമ്മളിൽ വരുന്നതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നമ്മുടെ ഈ സംസ്ഥാന സമ്മേളനം രൂപപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ നടത്തിയിട്ടുണ്ട്. ഇവിടെയും അതുപോലെ തന്നെ ജില്ലകളിലൊക്കെ അടക്കം നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുള്ളതായിട്ടുള്ള കാര്യമാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ സെമിനാറുകൾ, അതുപോലെ തന്നെ കുടുംബസംഗമങ്ങൾ, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നടത്തിക്കൊണ്ടാണ് സംസ്ഥാന സമ്മേളനത്തിലേക്ക് പോകുന്നത്. അതും നമ്മുടെ ഏറ്റവും ബഹുമാനീയനായിട്ടുള്ള ആരാധ്യനായിട്ടുള്ള സഖാവ് പിണറായി വിജയനാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം K വേണു, PS വിനോദ്, M അരുൺ, ഏരിയ സെക്രട്ടറി S ജോഷി, പ്രസിഡന്റ് സഞ്ജു മോഹനൻ, P ലേഖ, R രമ്യ, സുമീർ, KJ സുനീഷ് എന്നിവർ നേതൃത്വം നൽകി. വിളംബര ഘോഷയാത്ര നഗരം ചുറ്റി ചേർത്തല നഗരസഭയ്ക്ക് മുന്നിൽ സമാപിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. പ്രധാന വാർത്തകൾ വീണ്ടും. മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന രാജീവ് ഗാന്ധിക്ക് സ്മരണാഞ്ജലി. രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വം വരിച്ചിട്ട് 34 വർഷം. നാടെങ്ങും അനുസ്മരണം. നടനകലയുടെ തമ്പുരാന പിറന്നാൾ മധുരം. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ലാലേട്ടന് 65ാം പിറന്നാൾ. മോഹൻലാലിന് ആശംസാ പ്രവാഹം. നവംബർ 1 കേരളം ദരിദ്രരില്ലാത്ത സംസ്ഥാനമായി മാറുമെന്ന് മന്ത്രി സജി ചെറിയാൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വികസനം നടക്കുന്ന സംസ്ഥാനം കേരളമാണെന്നും സജി ചെറിയാൻ. ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ 38ാമത്തെ പ്രിൻസിപ്പലായി ഡോക്ടർ B പത്മകുമാറിനെ നിയമിച്ചു. കൊല്ലം മെഡിക്കൽ കോളേജിൽ പ്രിൻസിപ്പലായി പ്രവർത്തിക്കുമ്പോഴാണ് പുതിയ നിയമനം. നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിലെ അപകട മേഖലകൾ കണ്ടെത്താൻ സംയുക്ത പരിശോധന. മോട്ടോർ വാഹന വകുപ്പിൻ്റെയും പോലീസിൻ്റെയും സംയുക്ത നേതൃത്വത്തിൽ പരിശോധന നടത്തി പരിഹാരം കാണാനാണ് തീരുമാനം. കേരള NGO യൂണിയൻ സംസ്ഥാന സമ്മേളനം മെയ് 25 മുതൽ 27 വരെ ആലപ്പുഴയിൽ നടക്കും. സമ്മേളനത്തിന് മുന്നോടിയായി വിവിധ സ്ഥലങ്ങളിൽ വിളംബര ജാഥകൾ നടന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.